എനിക്ക് നമ്മുടെ നാട്ടിലെ ബിരിയാണിയെക്കാട്ടിൽ കുറച്ചുകൂടി ഫ്ലേവർ തോന്നുന്നത് ഇതുപോലെ പുറത്തുനിന്നുള്ള ബിരിയാണിയാണ്. ഈ പ്ലേറ്റില് ആ കളർ കൂടിയത് ഹൈദരാബാദി ദം ബിരിയാണിയും അപ്പുറത്തിരിക്കുന്നത് ആന്ധ്ര ബിരിയാണിയുമാണ്. എനിക്ക് ആന്ധ്രയാട്ടോ ഇഷ്ടപ്പെട്ടെ. ബിരിയാണിയുടെ ക്ഷീണം നമ്മൾ ഈ കരിക്കിലാട്ടോ മാറ്റിയേ. അത് കഴിഞ്ഞിട്ട് ഒരു നട്ടി കുൽഫി ബാറും ഒരു ചോക്ലേറ്റ് ബാറും കഴിച്ചു. ചോക്ലേറ്റിനെക്കാട്ടിലെ ടേസ്റ്റ് ആ നട്ടി കുൽഫി ബാറിനായിരുന്നു. രാത്രി നമ്മള് ഒരു തട്ടുകടയിൽ നിന്നാണ് മസാല ദോശ കഴിച്ചത്. തട്ടുകടയാണെങ്കിലും സാധനം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിറ്റേന്ന് നമ്മള് ഒരു ദൊണ്ണ ബിരിയാണി കഴിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. ചില്ലി ചിക്കനും എഗ്ഗും ഉള്ള ഒരു ബിരിയാണി കോംബോ ആയിരുന്നു ഞാൻ പറഞ്ഞത്. കൂടെ നമ്മള് ചിക്കൻ ഫ്രൈയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബിരിയാണിയും എനിക്ക് നല്ലോണം ഇഷ്ടമായി. അതുകൊണ്ട് ഫുള്ള് ഞാൻ നല്ല വൃത്തിയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണയും ബിരിയാണിയുടെ ക്ഷീണം മാറ്റാൻ നമ്മളൊരു കരിക്ക് കുടിച്ചിട്ടുണ്ട്. പിന്നെ വഴിയില് പേരക്ക കണ്ടപ്പം അത് നമ്മൾ വാങ്ങി കഴിച്ചു. മൂന്നാമത്തെ ദിവസം നമ്മളൊരു ഒതന്റിക് ആന്ധ്ര മീൽസ് ട്രൈ ചെയ്യാൻ പോയി. കറികളൊക്കെ ഞാൻ മാറി മാറി കഴിച്ചെങ്കിലും എനിക്കത് അത്ര പറ്റിയില്ല. എല്ലാത്തിനും ഒരു മധുരം ഉണ്ടോ എന്നൊരു സംശയം. കഴിക്കാവുന്നത്രയും കഴിച്ചിട്ട് ഞാനൊരു മസാല ദോശ പറഞ്ഞു. മസാല ദോശ എന്നും എനിക്കൊരു സേഫ് ഓപ്ഷനാണ്. കാരണം ബിരിയാണി മസാല ദോശ തന്നിട്ട് ഏത് വേണമെന്ന് ചോദിച്ചാൽ ഞാൻ മസാല ദോശ എടുക്കും. ഞാൻ ബാംഗ്ലൂർ വന്നിട്ട് കഴിച്ച ഏറ്റവും ക്രിസ്പി മസാല ദോശയായിരുന്നു ഇത്. ഈ വരുന്നവരും പോകുന്നവരൊക്കെ പുറകിൽ വന്നിട്ട് എന്നെ നോക്കുന്നുണ്ടായിരുന്നു. എന്റെ തീറ്റി കണ്ടിട്ടാണോ എന്ന് എനിക്കൊരു സംശയം. പക്ഷെ എനിക്കതൊരു പ്രശ്നമേ അല്ലായിരുന്നു. ഞാനത് മൊത്തം കഴിച്ചു. അവിടെ നിന്നിറങ്ങി നേരെ നടന്നു പോയത് തൊട്ടടുത്തുള്ള കരിക്ക് ചേട്ടൻ്റെ അടുത്തോട്ടായിരുന്നു. ഇവിടെ കരിക്കിന് പല റേറ്റ് ആട്ടോ, 30, 40, 50 ഒക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ പോയിട്ട് വിശന്നാലോ എന്ന് വെച്ചിട്ട് ഞാൻ 2 ലൈസൊക്കെ വാങ്ങിച്ചിട്ടാണ് പോയത്. അപ്പൊ ശരി, പിന്നെ കാണാം.